നിരൂപകരെ നികൃഷ്ട ജീവികൾ എന്നാണ് എം കൃഷ്ണൻ നായരുടെ കാലത്ത് പൊതുവെ പറയാറുണ്ടായിരുന്നത്. കവിത അതിന്റെ വൃത്തവും രൂപവും പ്രാസവും അതുപോലെ അക്ഷരങ്ങളുടെ എണ്ണവും വരികളും അങ്ങനെയുള്ള എല്ലാ ചിട്ടവട്ടങ്ങളും പദ്യം എന്നതിൽ നിന്ന് പോലും മാറി ഗദ്യത്തിലേക്കും അങ്ങോട്ട് വളർന്നതിൽ പിന്നെ കവിതാ നിരൂപണം എന്നൊന്ന് സാധ്യമല്ല. കാരണം ഒരാൾ ഒരു കവി എഴുതുന്നത് അയാളുടെ കവിതയാണ്. പുതിയ ലോകത്ത് അങ്ങനെ ഒരു നിരൂപണം സാധ്യമേ അല്ല. അതുകൊണ്ടായിരിക്കാം ഈ കവിതാ നിരൂപണങ്ങളൊക്കെ ഒരു കാലത്ത് വളരെ ശോഭിച്ചു നിന്നിരുന്നതിൽ നിന്ന് പിന്നീട് അത് കാണാതായി. പക്ഷെ ഇപ്പോ സൈബർ ലോകത്ത് ഈ റിവ്യൂ കമന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ നിരൂപണം ഒരു ഭീകര രൂപം കൊണ്ട് രണ്ടാമത് എത്തിയിരിക്കുകയാണ്. പക്ഷെ കവിതയെ സംബന്ധിച്ചിടത്തോളം ആസ്വാദനം മാത്രമേ സാധ്യമാകൂ. ഈ നിരൂപണത്തിനും റിവ്യൂക്കൊക്കെ ഉണ്ടാകുന്ന ഒരു കുഴപ്പം, അതിനൊരു സാമാന്യവൽക്കരണം വരും. എന്ന് വെച്ചാൽ ഒരു നിരൂപകൻ ഒരു കാര്യം പറയുമ്പോൾ അത് അയാളുടെ മാത്രം അഭിപ്രായമായിട്ടില്ല, കുറച്ചുകൂടെ സാമാന്യവൽക്കരണം അതിൽ അറിയാതെ വന്നു പോകും. പക്ഷേ ആസ്വാദനത്തിൽ അത് പൂർണ്ണമായും വ്യക്തിനിഷ്ഠമാണ്. ഞാൻ ഒരു കവിതയെ കാണുന്നതും ആ കവിതയെ കുറിച്ച് പറയുന്നതും അത് എന്റെ ആസ്വാദന ക്ഷമതയും ആസ്വാദന പരിമിതിയും അതിനുള്ളിൽ നിന്നുകൊണ്ടായിരിക്കും. അതുകൊണ്ട് കവിക്കോ കവിതക്കോ FCCക്കോ സുനിലിനോ ഒന്നും ഞാൻ പറയുന്നതിൽ ഒരു പ്രത്യേകിച്ച് റോളൊന്നും ഉണ്ടാവില്ല. ഞാൻ ചിലപ്പോ പറയുന്നത് എന്റെ ആസ്വാദന നിലവാരത്തിന്റെ കുറവ് കൊണ്ടായിരിക്കും, ചിലപ്പോ വേറെ വഴിക്കായിരിക്കും. പക്ഷെ എന്റെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് ഞാൻ ഈ കവിതകളെ വായിച്ചു കേട്ടു. ഒരു കവി വളരെ വളരെ വിഷമിച്ച് അയാളിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന പട്ടുനൂൽ പുഴു ഉത്പാദിപ്പിക്കുന്ന പട്ടുനൂൽ പോലെ പുറത്തു വരുന്ന കവിത അയാൾക്ക് ഏറെ ഇഷ്ടമുള്ളതാണ്, പ്രിയങ്കരമാണ്. ആ നിലയ്ക്ക് ആസ്വാദകർ എന്ന നിലയ്ക്ക്, വായനക്കാർ എന്ന നിലയ്ക്ക് ഞാനും കവിതകളൊക്കെ വായിക്കുമ്പോൾ എല്ലാ കവിതകളും വായിക്കും, കിട്ടുന്ന കവിതകളൊക്കെ ആസ്വദിക്കും. പക്ഷെ ആസ്വാദനം പല തലങ്ങളിലായിരിക്കും. ഒരേ രൂപത്തിൽ ഒരേ ഭാവത്തിൽ ഒരു കവിത മറ്റൊരു കവിതയും രണ്ടും ബന്ധപ്പെടുത്തിക്കൊണ്ട് ആസ്വാദനം സാധ്യമേയല്ല. അതുകൊണ്ട് എന്റെ ആസ്വാദനങ്ങൾ എന്റെ തലത്തിലായിരിക്കും. ഞാൻ അറിയിക്കുവാൻ എന്റെ വീട്, അൻസാറിന്റെ ഒക്കെ വീട് ഇരുവഴിഞ്ഞിപ്പുഴയുടെ ഓരത്താണ്. അതിനടുത്ത് വിശാലമായ വയൽ. രാത്രി, നല്ല നിലാവുള്ള രാത്രി, നമ്മൾ ജനലൊന്ന് തുറന്നിട്ട് വീട്ടിൽ വെളിച്ചമൊക്കെ അണച്ചു കഴിഞ്ഞാൽ ആ തൊടിയിലും വയലിലും ഒക്കെ നിലാവ് കുളിച്ചു നിൽക്കുന്ന കാഴ്ച, ഇരുവഴിയിലെ നിലാവിന്റെ കാഴ്ച, അത് ആസ്വദിക്കുന്ന ഒരു ആസ്വാദനമുണ്ട്. അതൊരാസ്വാദനമാണ്. ഒരു വലിയ വെള്ളച്ചാട്ടത്തിനടുത്ത് പോയിരുന്ന് നമ്മൾ ആ ജലപാതം ആസ്വദിക്കുന്നത് മറ്റൊരു ആസ്വാദനമാണ്. സുന്ദരമായി ഒഴുകുന്ന ഒരു പുഴയുടെ അരുവിയുടെ അരികിൽ പോയിരുന്ന് ഞാൻ ആ അരുവി ആസ്വദിച്ചിരിക്കുന്നത് ഒരു ആസ്വാദനമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ പഴയ തലമുറയിൽപ്പെട്ടവരാണ്, ബേബി ബൂമേഴ്സ്, ജെൻസി അല്ല. ഉത്തരാധുനിക കവിതകൾ വരുന്നതിന് മുമ്പ് കവിയരങ്ങളും കവിതകളും പാടിക്കേട്ട കാലത്ത് ജീവിച്ച ആൾക്കാരായതുകൊണ്ട്, ജീവിതം തുടങ്ങിയ ആൾക്കാരായതുകൊണ്ട് ഇവിടെ നമ്മുടെ വയലിലെ വെയിൽ കൊള്ളുന്ന അച്ഛനെ കുറിച്ചും അച്ഛൻ തേടുന്ന വയലിനെ കുറിച്ചും ഒക്കെ സന്തോഷ് പാടിയപ്പോഴും അസ്തമയവും ഉദയവും ഒക്കെ ജനികൃതികളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വഹിയത്ത് പാടിയപ്പോഴും അവസാനം നമ്മുടെ സുബൈർ ഞാൻ കവിത പാടുകയുള്ളൂ എന്ന് പറഞ്ഞ് ചൊല്ലിയപ്പോഴും ഞാൻ ആ നിലാവിൽ, കവിതയുടെ നിലാവിൽ ആ ജനല് തുറന്നിട്ട് പുറത്തേക്ക് നോക്കി അങ്ങനെ ആസ്വദിച്ചിരിക്കുന്നു. എന്റെ കഥകാലം ഒക്കെ അവിടെ തെളിഞ്ഞു വന്നു.
അങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ വാതിലിൽ ഒരു മുട്ട് കയറി. ഞാൻ വാതിൽ തുറന്നു. ആരാ? അജ്ഞാതൻ. ഞാനാരാ? ഞാനും അജ്ഞാതൻ. വന്നവരും കണ്ടവരും ഞാനും അവനും അജ്ഞാതനാകുന്ന ആ ഒരു വാക്ക്, ആ ഒരു ബിംബം എന്നെ വീട്ടിൽ നിന്നിറക്കി വയലിലെ ആ നിലാവിലേക്ക് കൊണ്ടുപോയി. ആ നിലാവിൽ കൊളിച്ചിരുന്ന് നസീമിന്റെ കവിതയിലൂടെ കയറിയപ്പോ ഒരു കാര്യം, ആ കവിതക്കകത്ത് പിന്നെയും വാതിലുകൾ തുറന്നുകൊണ്ടേയിരുന്നു. ഇറങ്ങി വരാനാവാത്ത വിധം ഏതജ്ഞാതനും ഏതെങ്കിലും ഒരു ലോകത്ത് ജ്ഞാതനാണെന്നും ഈ ലോകത്ത് അത്രമേൽ പരിചിതനായ ഞാൻ മറ്റു ചെറിയ ലോകത്തേക്ക് അജ്ഞാതനാണെന്നും അതുപോലെ ഒരു ധാരാളം സ്വപ്നങ്ങളുടെ ഭാണ്ഡങ്ങൾ ഒഴുക്കി കൊണ്ടുപോകുന്ന കാലപ്രവാഹം ചെന്നു നിൽക്കുന്ന കടൽ, ആ ബിംബങ്ങളൊക്കെ വളരെ സുന്ദരമായി ആർദ്രമായി എന്നെയും കൊണ്ട് ആ വയലിലെ കവിതയിലെ നിലാവ് ആസ്വദിപ്പിച്ചുകൊണ്ട് ഇറങ്ങി വന്നത് അവസാനം കവിത തീർന്ന ശേഷമാണ്. അതൊരു ആസ്വാദനമാണ്. നമ്മൾ ഈ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണും. വെള്ളച്ചാട്ടങ്ങൾക്കുള്ള കുഴപ്പം അതിന് ഇടയിലൊന്നും കയറി പോകാൻ പറ്റില്ല. നമ്മൾ അതിൽ മഴ നനയണമെങ്കിൽ അതിന്റെ ഏറ്റവും അടിയിൽ ചെല്ലിക്കണം. പക്ഷേ ഈ തട്ടുകളായി ഒഴുകുന്ന ജലപാതങ്ങളുണ്ട്, കാസ്കേഡിങ്. അതിങ്ങനെ മെല്ലെ ചെരിഞ്ഞ് പിന്നെ ഒരു പ്രതലത്തിൽ പോയി ചെരിഞ്ഞ് പിന്നെ ഒരു പ്രതലത്തിലൂടെ ചെരിഞ്ഞ് വരുന്നു. അങ്ങനെയുള്ള വെള്ളച്ചാട്ടങ്ങളിൽ നമ്മൾക്ക് എവിടെയും കയറാം. അതിന്റെ ആദിയിലും ഓരോ പ്രതലത്തിലും നമുക്ക് കയറിയിരിക്കാനും അതിലൂടെ ഊർന്നൂർന്ന് താഴോട്ട് വരാനും സാധ്യമാകും. അങ്ങനെ ഞാൻ ആസ്വദിച്ച ഒരു കവിതയാണ് ഷംലയുടെ കവിത. ഇരമ്പുന്ന കടലുകൾ, നിലാവിന്റെ പുതപ്പിനകത്ത് വസന്തം കാത്തിരുന്ന എന്ത് സുന്ദരമായ ബിംബങ്ങളാണ്. ആ ബിംബങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകുന്നത് ഓരോ സ്റ്റാൻസയിലും ഓരോ ഖണ്ഡികയിലും നമ്മൾ അതിലൂടെ ഒഴുകി ഒഴുകി താഴോട്ടേക്ക് പതിക്കുന്ന ഒരു അനുഭവമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഷംലയുടെ കവിതയ്ക്ക്. പക്ഷെ അങ്ങനെയുള്ള വെള്ളച്ചാട്ടങ്ങളിൽ ചെറിയ ജലപാതങ്ങൾ ഉണ്ടാവും. ചെറിയ ജലപാതങ്ങൾ എന്താണ്? അതിന്റെ ആദ്യത്തിലോ നടുവിലോ കയറാൻ പറ്റില്ല, ഏറ്റവും അവസാനത്തിലായിരിക്കും. ഹുസൈന്റെ കുഞ്ഞു കവിത നമുക്കറിയാം, അഭയാർത്ഥി. പട്ടം പറത്താൻ ആകാശം തിരയുന്ന അവസാന വരികളിൽ മാത്രം എന്നെ ആ കവിതയിലേക്ക് കടത്തി നിർത്തുകയും ആ കവിതയുടെ മേലോട്ടേക്ക് നോക്കാൻ എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ഒരു കവിതയാണ് കുഞ്ഞു കവിതയുടെ. ഇതേ ആശയം ഏതാണ്ട് യുദ്ധത്തിന്റെ ഭീതിയും യുദ്ധവും ഒക്കെ രണ്ടാമത് പറയുന്ന ഒരു കവിതയാണ് ചിത്രാശിവന്റെ. ചിത്രാശിവന്റെ കവിത ഒരു തെളിഞ്ഞ അരുവി പോലെ. ഞാനൊരു മൈതാനത്തിരിക്കുന്നു, ഒരു അരുവി ഒഴുകിപ്പോകുന്നു. പ്രത്യേകിച്ച് ഞാൻ ഇപ്പോ വരുന്ന സ്കോട്ട്ലൻഡിൽ അങ്ങനെ ഒരു അരുവിയുടെ കരയിൽ ഇരുന്നിരുന്നു. അടിയിലുള്ള വെള്ളത്തിന് അടിയിലുള്ള കല്ലുകളും ചരലുകളും പോലും കൃത്യമായി ആസ്വദിക്കാൻ ആ അരുവിയുടെ ഓരത്തിരുന്നാൽ മതി എന്ന് തോന്നും വിധം വളരെ സ്ഫടിക സമാനമായ കൃത്യമായ ഒരു ജല ഒഴുക്ക്, നീരൊഴുക്ക് എന്ന് ചിത്രാശിവന്റെ കവിതയെ ഞാൻ ആസ്വദിക്കും. അങ്ങനെയുള്ള തെളിഞ്ഞ നീരൊഴുക്കുകളാണ് മഞ്ഞിലിന്റെ കവിതയിൽ ഞാൻ കണ്ടത്. മനുഷ്യന്റെ പരിമിതി, ആ കവിതയുടെ ഓരത്തിരുന്നാൽ തന്നെ കവിതയുടെ പൂർണ്ണമായുള്ള രൂപം അതിന്റെ അടിത്തട്ടിലുള്ളത് വരെ നമ്മിലേക്ക് വന്നു ചേരുന്നു. പക്ഷെ ഈ അരുവി അല്പം ചെതറി, വെള്ളമൊഴുക്ക് തന്നെ അല്പം ചെതറി ഒഴുകിയാൽ എങ്ങനെ ഉണ്ടാകും? ആ ചിതറലുകളിലും അങ്ങനെ ചിതറി ഒഴുകുന്ന അരുവിയിൽ ഒരുപാട് സംഗീതം ഉണ്ടാവും, ശബ്ദങ്ങൾ ഉണ്ടാവും, കളകളാരവങ്ങളുടെ മൂർച്ചയും അതിന്റെ താഴ്ചയും ഉണ്ടാകും. അങ്ങനെ ചിതറി എഴുതുന്ന കവിത ഒരു കവിതയാണ് ഷെരീഫിന്റെ കവിത വിചാരം.
ആ വിചാരണ, 2 വിചാരണകളുണ്ട്. ജലീലും ഷെരീഫും വിചാരണ നടത്തി. 2 കവിതകളും അങ്ങനെ വളരെ തെളിഞ്ഞൊഴുകുന്ന കവിതകളെങ്കിലും അതിൽ ഒരുപാട് മുഹൂർത്തങ്ങളും അതിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള അല്പസ്വല്പം പടവുകളും പലയിടത്തും ഞാൻ കണ്ടു. മിന്നുവിന്റെ താക്കോൽ, സത്യത്തിൽ ആ കവിത വായിച്ചത് പറയാൻ ഉദ്ദേശിച്ചതല്ല. കവിതയുടെ പശ്ചാത്തലം കേട്ടപ്പോ എനിക്ക് പറയാൻ തോന്നുന്നത് വളരെ വളരെ ഹൃദയസ്പർശിയായ ഒരു ആവിഷ്കാരമാണ്. നമ്മുടെ സ്വപ്നങ്ങളൊക്കെയും നമ്മൾ ഒഴിഞ്ഞു മാറ്റി ഒരു പുനർജനിയിലേക്ക് നടന്നു പോകുന്ന മിന്നുവിന്റെ കവിത സത്യത്തിൽ വല്ലാത്ത ഒരു ഹൃദയ വിങ്ങലാണ് നമ്മളിൽ ഉണ്ടാക്കുന്നത്. ഒരു സുഹൃത്ത് ഹജ്ജിന് പോയൊരു കഥയുണ്ട്. മൂപ്പര് ഹജ്ജിന് പോയി ഭയങ്കര തിരക്കിൽപ്പെട്ടപ്പോ ഒരാള് വന്ന് മൂപ്പര് ഇടിച്ചു. അങ്ങനെ മൂപ്പര് ആ ഇടിച്ച ആളെ തപ്പി ഓടിയാളെ പുറകെ പോയപ്പോ കൊണ്ടുപോയ ആള് പറഞ്ഞു, സഹോദര ഇത് ഹജ്ജാണ്, അയാളെ വിട്ടേക്ക്. അപ്പം പറഞ്ഞു, ഹജ്ജ് ഇനി അടുത്ത കൊല്ലം ചെയ്യാം, ഇയാൾ ഇനി കാണില്ല. അതേപോലെ ഇത്രയേറെ കവികളെ ഞങ്ങൾ വായനക്കാർക്ക് ഇനി ഒരു പക്ഷേ കിട്ടിയില്ല. അതുകൊണ്ട് കവികളോട് ഞങ്ങൾ വായനക്കാർക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ, 3-4 കാര്യങ്ങൾ മാത്രം ഞാൻ പങ്കുവെക്കട്ടെ. ഈ കാലത്ത് ഉത്തരാധുനിക കവിതകളിലൊക്കെ കവികൾക്ക് കവിത എഴുതാനുള്ള ഇഷ്ടം ധാരാളം മുഹൂർത്തങ്ങൾ സമ്മാനിക്കുന്ന രാഷ്ട്രീയ കാലമാണിത്. ബന്ധങ്ങളിലും അത്രയേറെ മാറ്റങ്ങളും ചടുലമായ നീക്കങ്ങളും ഒക്കെ നടക്കുന്നത് കൊണ്ട് കവിത എഴുതാൻ വിഷയം ഇഷ്ടം പോലെയുണ്ട്. പക്ഷെ പല കവിതകളിലും കവിത തുടങ്ങി പിന്നെ കവിയുടെ വികാര തീവ്രത ഈ വിഷയത്തിലേക്ക് വല്ലാതെ വരുമ്പോ കവിതയിൽ നിന്നും അതൊരു പലപ്പോഴും ചിലപ്പോഴെങ്കിലും അത് മുദ്രാവാക്യമായി മാറിപ്പോവാറുണ്ട് എന്ന് ഞങ്ങൾ വായനക്കാർക്ക്, ഞാൻ പൊതുവെ പറയാണ്, ഇവിടെയുള്ള കവിതകളെ കുറിച്ചല്ല, പൊതുവെ പറയണം. രണ്ടാമത്തെ കാര്യം, കവിതകളിൽ എപ്പോഴും ഞങ്ങൾ വായനക്കാർക്ക് ഇഷ്ടം ലളിത വാക്കുകളാണ്. വളരെ ദുർഗഹമായ കൂട്ടുപദങ്ങളൊക്കെ കൂട്ടിയുള്ള കവിതകൾ ഒരു പക്ഷേ ആ കവി നല്ല കാര്യങ്ങളായി ഉദ്ദേശിച്ചിരിക്കുമെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വായനയ്ക്ക് ചെറിയ വാക്കുകൾ, ലളിതമായ പദങ്ങൾ, ആ പദങ്ങളിൽ നാനാർത്ഥങ്ങൾ സമ്മേളിപ്പിക്കുക, ആ കവിതയിലെ ഒരു വാക്കിന് 1000 അർത്ഥങ്ങളിലേക്ക് അതിനെ കൊണ്ടുപോവുക എന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വായനാസുഖം കിട്ടുന്ന ഒന്ന്. അവസാനമായി മറ്റൊന്ന്, ഞങ്ങൾക്ക് കവിതയിൽ ഒരു സ്ഥലം തരിക, കവിതയിലേക്ക് കടക്കാൻ ഞങ്ങൾക്ക് വാതിലുകൾ തുറന്നു തരിക, ആ കവിതയിൽ കയറി നിൽക്കാൻ ഞങ്ങൾക്കൊരവസരം, ഒരു സ്ഥാനവും നൽകുക. ഒക്കെ ഞങ്ങളുടെ എന്റെ അൻസാറിന്റെ ഒക്കെ നാട്ടിൽ സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ തേങ്ങ എന്ന് പറയും, പിന്നെ അങ്ങനെ ഉരുട്ടിക്കാണിക്കണ്ട. അപ്പോ ഞങ്ങളുടെ ആസ്വാദകരെ വളരെ ചെറിയ നിലവാരത്തിൽ നിന്ന് ഞങ്ങളും എന്റെ കവിത വായിക്കുന്നവൻ ഈ കവിതയിലേക്ക് കടന്നു നിൽക്കണമെന്നും അവന് വിപുലപ്പെടുത്താനുള്ള ഒരുപാട് മേഖലകൾ എന്റെ വാക്കുകളിലും ബിംബങ്ങളിലും രൂപകങ്ങളിലും ഞാൻ നിൽക്കുന്നു എന്നും ഉറപ്പാക്കുന്നതായിരിക്കണം ഒരു നല്ല കവിത ഞങ്ങളെ സംബന്ധിച്ച്. കവികളും കവിതാ വിമർശകരും നിരൂപകരും ഒക്കെ കുഞ്ഞൻ നമ്പ്യാരുടെ തുടർ കവിതകൾക്കെതിരെ വല്ലാതെ വിമർശനങ്ങൾ വന്നപ്പോ ഒരു 4 വരി കവിത കുഞ്ഞൻ നമ്പ്യാർ എഴുതി. ഒരുപക്ഷെ ഈ റിവ്യൂ കാലഘട്ടത്തിന്റെ, ഭീകര കാലഘട്ടത്തിന്റെ മുമ്പ് എഴുതപ്പെട്ട ഏറ്റവും ഊർജ്ജയേറിയ വിമർശന ഖണ്ഡന കവിതയായിരിക്കും അത്. ഇങ്ങനെയാണ്: അറിയാത്ത മഹാമൂഢർ തെളിവാക്ക് പറഞ്ഞിൽ എറിഞ്ഞു കാലൊടിക്കുമെന്നറിഞ്ഞു കൊള്ളിനെല്ലാവരും. കവികളൊക്കെ കല്ല് വരയ്ക്കുന്നത് എനിക്ക് തോന്നി.